welcome back to Jelika Entertainment. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാവ് ഹെയർ കെയർ പ്രൊഡക്ട്സിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂ ആണ്. ആദ്യം തന്നെ പറയാം, ഇറ്റ്സ് ഓസം, അടിപൊളി പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇപ്പോൾ പണ്ടത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒക്കെ ഹെയർ കെയറിനും അതുപോലെ തന്നെ സ്കിൻ കെയറിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നല്ല പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു നോക്കൂ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വാവിൻ്റെ ഒണിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിലാണ്. ഉള്ളി തലമുടിക്ക് എത്ര ബെസ്റ്റ് ആണെന്ന് അറിയോ. ഉള്ളി നമ്മൾ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആവാനും പിന്നെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളി ഭയങ്കര നല്ലതാണ്. നമ്മളിവിടെ എണ്ണ കാശുമ്പോൾ അതിനകത്തൊക്കെ ഉള്ളി ചേർക്കാറുണ്ട്. ഞാനൊരു കാച്ചെണ്ണയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ പോയിട്ട് കാണുക. മുടി നീളം വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാച്ചെണ്ണയുടെ വീഡിയോ ആണ്. പിന്നെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ സ്റ്റിക്കി ഹെയർ ഓയിലാണ്. നമുക്ക് ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടിയെല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അഥവാ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഷാമ്പൂ ചെയ്ത് കളയാണ്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു തൃപ്തി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഷാമ്പൂ ചെയ്ത് കളയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ദിവസത്തെ കൂടുതലൊന്നും നമ്മളിതിങ്ങനെ എന്ത് ഓയിലാണെങ്കിലും തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് ഇത് തലയിൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ ആയതുകൊണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഒണിയൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് സീഡ് ഉണ്ട്. ബ്ലാക്ക് സീഡ് നമുക്ക് തലയിൽ നരയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ആൽമണ്ട് ഉണ്ട്, നമ്മുടെ മുടിയുടെ ഡാമേജൊക്കെ തീർത്ത് മുടിയെ നല്ല സൂപ്പറാക്കി വയ്ക്കാൻ നമുക്ക് ആൽമണ്ട് ഉണ്ട്. അതുപോലെ തന്നെ കാസ്റ്റർ ഉണ്ട്. കാസ്റ്റർ ഓയിൽ മാത്രം മുടി വളരാനും അതുപോലെ തന്നെ പുരുകം വളരാനൊക്കെ വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അതിനകത്ത് ഒലീവ് ഉണ്ട്. പിന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള നമ്മുടെ കോക്കനട്ട് ഓയിലും ഉണ്ട്. മുടി നല്ല സ്മൂത്ത് ആക്കാനും മുടിയുടെ വളർച്ചയ്ക്കൊക്കെ കോക്കനട്ട് ഓയിലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ വൈറ്റമിൻ ഇ കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലും കൂടിയാണ് ഇത്. വൈറ്റമിൻ ഇ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഭയങ്കര നല്ല ഒന്നാണ്. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ആണെങ്കിലും ഭയങ്കര ഒരു റോയൽ പാക്കിംഗ് ആണ് വന്നിട്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു അടിപൊളി ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. സാധാരണ നമ്മൾ ഓയിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇതുണ്ടോ, ഇത് ഒരു ഇങ്ങനെ പമ്പ് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് സ്പ്രേ ആണോ എന്നൊക്കെ സംശയിച്ചു പോവും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ കളറും ഈ ഒരു ബ്രൗണൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു റോയൽ ലുക്ക് തന്നെ തരുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാവും, ഭയങ്കര വെരി ഗുഡ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഹെയർ ഓയിൽ നമുക്ക് ഈ പാക്കിൽ ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഫസ്റ്റ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്ത് എണ്ണ ഇല്ലേന്ന് ചോദിച്ചു. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വേറെ ഹെയർ ഓയിൽസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും അതിലൊരു ഇച്ചിരിയെങ്കിലും കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. എണ്ണ ഇങ്ങനെ നിൽക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫുള്ളായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതിലില്ലേ, വെയിറ്റ് ഉണ്ട്, പക്ഷേ എന്താ സംഭവം നോക്കി. പിന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ എണ്ണയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ ഫുള്ള് നമുക്ക് നമ്മുടെ ഈ ഓയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസാണ് കുറച്ചൊരു പ്രശ്നമുള്ള കാര്യം. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് 600 രൂപയാണ്. പക്ഷേ നമ്മൾ ഫ്ലിപ്കാർട്ടിലും അതുപോലെ ആമസോണിലൊക്കെ എപ്പോഴും ഇതിൽ കുറച്ച് ഓഫറിലൊക്കെ നമുക്ക് കാണാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് ബിഗ് ബില്യൺ ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കോംബോ ആയിട്ട് മേടിച്ചതായിരുന്നു. നമ്മുടെ ഹെയർ ഓയിലും ഷാംപൂ, കണ്ടീഷണർ, ഫേസ് വാഷ് എല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു 1000 രൂപയ്ക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി, ഭയങ്കരമായിട്ട് നമുക്കത് ലാഭമായിട്ട് കിട്ടുന്നതെന്നാണ്. കാരണം ഈ ഒരു ഹെയർ ഓയിലിൽ മാത്രം നമ്മൾ ഒറ്റയ്ക്ക് മേടിക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ 600 രൂപയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഹെയർ ഓയിൽ അത്രയും ബെസ്റ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 600 രൂപ കൊടുത്തത് മേടിച്ചെന്ന് വിചാരിച്ച് നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. മാത്രമല്ല ഇത് നമുക്ക് ഒരു ഫുൾ ക്വാണ്ടിറ്റി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 6 മാസത്തിന് മേലൊക്കെ ഈ ഒരു ബോട്ടിൽ പോകുന്നതായിരിക്കും. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു പമ്പിങ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ചില ആൾക്കാരുണ്ട് എണ്ണ ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 2-3 ദിവസത്തിനുള്ളതേ കാണുള്ളൂ. പക്ഷേ അങ്ങനെ എണ്ണ തയ്ക്കുന്നതല്ല. എണ്ണ തയ്ക്കുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. വെറുതെ എണ്ണയുടെ വേസ്റ്റേജാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പറയുന്നത്. എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം എടുത്ത് നമ്മൾ വിരൽ വെച്ചിട്ട് നമ്മൾ ഈ സ്കാൽപ്പിൽ മാത്രം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ എണ്ണ തേക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഒരുപാട് ലാസ്റ്റ് ചെയ്യും. നമുക്കൊരു 6 മാസമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി നമ്മളിത് യൂസ് ചെയ്യില്ലല്ലോ. നമ്മൾ എന്തായാലും ഒരു 3 ദിവസം ഇടവിട്ടിട്ടൊക്കെ ആയിരിക്കും എണ്ണ തേക്കുന്നത്. അപ്പോൾ നമ്മൾ 600 രൂപയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിൽ
വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ നമുക്ക് ഇതിന് നല്ല ഓഫർ കിട്ടാറുണ്ട്. കോംബോ ആയിട്ട് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അടുത്ത പ്രോഡക്റ്റ് വാവിൻ്റെ തന്നെ ഒണിയൻ ബ്ലാക്ക് സീഡ് ഷാംപൂ ആണ്. ഇതൊരു മൈൽഡ് ഷാംപൂ ആണ്. ഒരുപാട് പേർക്കുള്ളൊരു പരാതിയാണ് ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഭയങ്കര ഫ്രിസി ആവുന്നു, പാറി കളിച്ചിട്ട് ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഷാംപൂ ആണ് ഇത്. മാത്രമല്ല ഈ ഷാംപൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം പതയില്ല. നമ്മളൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ അത് അധികം പത വന്നു കഴിഞ്ഞാൽ ഓക്കെ വൃത്തിയായി, തലയൊക്കെ വൃത്തിയായി, നമുക്ക് എത്രത്തോളം പതപ്പിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ഷാംപൂ ഇട്ട് തല ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ പത എന്ന് പറയുന്നത് ഭയങ്കര കെമിക്കലാണ്. നമ്മുടെ തലയ്ക്ക് മുടിക്കും ഒന്നും ഭയങ്കര കെമിക്കലാണത്, ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ ഈ ഷാംപൂ നമുക്കധികം പതയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ പതഞ്ഞിട്ടില്ല, എന്നാൽ കുറച്ചുകൂടെ എടുത്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് ആ കെമിക്കൽ കണ്ടൻറ്റ് കുറവായതുകൊണ്ടാണ് പത വരാത്തത്. നമ്മൾ ഒരു മുടിയുടെ നീളത്തിനനുസരിച്ച് ഒരു 3 പമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലയോട്ടി നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. ഇത് വന്നിട്ട് 300 ml ആണ്. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 500 രൂപയാണ്. പക്ഷേ നമ്മളിതങ്ങനെ ഒറ്റയ്ക്ക് മേടിച്ച് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതേപോലെ കോംബോ ഓഫറായിട്ട് വാങ്ങിക്കുന്നത്, ഹെയർ ഓയിൽ, ഷാംപൂ, കണ്ടീഷണർ ഒരുമിച്ച് കോംബോ ആയിട്ട് വാങ്ങിക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഷാംപൂ മാത്രമാണ് ഇനി വാങ്ങുന്നതെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ഓഫേഴ്സൊക്കെ വരും. ഇപ്പോൾ ഓഫറുള്ള സമയമൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആവും. പിന്നെ ഇതും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല അടിപൊളി റിച്ച് പാക്കേജിംഗ് ആണ്. പിന്നെ നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബാഗിൽ അങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും വേണമെങ്കിൽ കൊണ്ടുപോകാം. കാരണം ഇത് ഭയങ്കര സെക്യൂർഡ് ആയിട്ട് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ കൊക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടെ ഷാംപൂ വരും. ഇനി നമുക്കിത് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മുടെ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ ആവുമോ, ലീക്ക് ആവുമോ, അങ്ങനത്തെ പേടിയൊന്നും പേടിക്കേണ്ട. കാരണം ഈ സാധനം വെച്ചിട്ട് ഇതിൻ്റെ കൊക്ക് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിങ്ങനെ പ്രസ് ആവില്ല, പിന്നെ ഇതിലൂടെ ലീക്ക് ആവില്ല. അടിപൊളി പാക്കേജിംഗ് ആണ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് വാവിൻ്റെ തന്നെ ഒണിയൻ ബ്ലാക്ക് സീഡ് കണ്ടീഷണർ ആണ്. നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ കണ്ടീഷണർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മുടി ഫ്രിസി ആവാനും പിന്നെ അത് പൊട്ടി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യണം. നിങ്ങൾ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, അപ്പോഴേ അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനും പറഞ്ഞ പോലെ ആദ്യം കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഷാംപൂ മാത്രം. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മുടി ആകെ പാറി പറന്ന് നമ്മൾ രാവിലെ ഷാംപൂ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര ഫ്രിസി ആയിട്ട് പിന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പോലും പറ്റില്ല, അത്രയ്ക്കും ഫ്രിസി ആയിട്ടിരിക്കും മുടി. പിന്നെയാണ് കണ്ടീഷണർ യൂസ് ചെയ്ത് തുടങ്ങിയത്, പിന്നെയാണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പല ആൾക്കാരും പറയാറുണ്ട്, അയ്യോ എനിക്ക് ഷാംപൂ ഒന്ന് യൂസ് ചെയ്യാൻ വയ്യ, ഷാംപൂ ചെയ്താൽ മുടി ആകെ കൊഴിഞ്ഞു പോകുന്നു, പൊട്ടി പോകുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. മുടി അത്രയും ഫ്രിസി ആവുന്നതുകൊണ്ടാണ് ഈ കൊഴിഞ്ഞു പോകുന്നതും പൊട്ടി പോകുന്നതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ മുടീനെ ഒന്ന് മൈൽഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രോഡക്ട്സ് എല്ലാം സെയിം ബ്രാൻഡിൻ്റെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഹെയർ കെയറിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ ആ ബ്രാൻഡിൽ തന്നെയുള്ള കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ മുടിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ അങ്ങോട്ട് മാറ്റി നിർത്താം. കാരണം എല്ലാവരും കടയിൽ നിന്ന് മേടിക്കുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്തോളുന്നില്ല, വീട്ടിൽ കാശിയും അതുപോലെ തന്നെ സാധാ വെളിച്ചെണ്ണയൊക്കെ തേക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഹെയർ ഓയിൽ അങ്ങോട്ട് മാറ്റി നിർത്താം. ബാക്കി ഷാംപൂവും കണ്ടീഷണറും നമ്മൾ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ഒരു ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത കണ്ടീഷണർ ഹിമാലയയുടെ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, കുഴപ്പമെന്ന് പറയുമ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്, രണ്ടിലും വേറെ വേറെ ഇൻഗ്രീഡിയൻ്റ് ആണ് വരുന്നത്. അത് മുടിക്കൊരു തരത്തിൽ നോക്കുമ്പോൾ അത് കേട് തന്നെയാണ്. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മുടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഈ ലേറ്റസ്റ്റ് റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വവിൻ്റെ ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് വാങ്ങിച്ചോളൂ. കാരണം വമ്പൻ ഓഫറാണ് വന്ന് കിടക്കുന്നത്. ഞാൻ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വേണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ പ്രിയ. ബൈ.